ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, റിമാമിസ് ആണ്. ത്രൂ ദ ഓഷ്യൻ, സമുദ്രങ്ങളിലൂടെ ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്റെ മക്കൾ പഠിക്കേണ്ട ഒന്നാണ് പസഫിക് ഓഷനും ഇന്ത്യൻ ഓഷനും. അപ്പോൾ എന്താണ് പസഫിക് ഓഷൻ അല്ലെങ്കിൽ എന്താണ് ഇന്ത്യൻ ഓഷൻ, രണ്ടും എന്താണ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എക്സാമിന് എന്തായാലും ചോദിക്കുന്നതായിരിക്കും. പസഫിക് ഓഷൻ എന്ന് പറയുന്നത് ഏറ്റവും ആഴമേറിയതും വലുതുമായിട്ടുള്ള സമുദ്രമാണ് പസഫിക് ഓഷൻ. ദ പസഫിക് ഓഷൻ ഈസ് ദ ലാർജസ്റ്റ് ആൻഡ് ഡീപ്പസ്റ്റ് ഓഷൻ ആണ്. അതുപോലെ സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രധാനപ്പെട്ട ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ്? യെസ്, ഇവിടെ റെഡിൽ മിസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ ആൻഡ് ഏഷ്യ. ഓക്കെ, അത് ഓർത്ത് വെക്കുക. അതുപോലെ ഏറ്റവും കൂടുതൽ ഐലൻഡുകൾ ഉള്ളതും നമ്മുടെ പസഫിക് ഓഷനിലാണ്. ഏതൊക്കെയാണ് ആ പ്രധാനപ്പെട്ട ഐലൻഡുകൾ എന്ന് നിങ്ങൾക്ക് അറിയാവോ? ഫിലിപ്പീൻസ്. ഏതൊക്കെയാണ്? ഫിലിപ്പീൻസ്, അതുപോലെ എന്താണ് ജപ്പാൻ, ഹവായ്, ന്യൂസിലാൻഡ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഐലൻഡുകൾ അല്ലെങ്കിൽ ദ്വീപ സമൂഹങ്ങൾ എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് നമ്മുടെ ഭൂമിയിലെ തന്നെ ഏറ്റവും ആഴമേറിയ ഭാഗമായിട്ടുള്ള ചലഞ്ചർ ഗർത്തം, മറിയാന ട്രെഞ്ചിലുള്ള ചലഞ്ചർ ദ്വീപ്. ഇതെന്താണ് ഇവിടുത്തെ ഏറ്റവും ആഴമേറിയ ഭാഗം. ഇന്ത്യ, അതായത് നമ്മുടെ എന്താണ് ഭൂമിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ആഴം കൂടിയ സമുദ്ര ഭാഗമാണ് ഈ ഒരു ചലഞ്ചർ ദ്വീപ്. ഓക്കെ, അതെവിടെയാണ് നമ്മുടെ പസഫിക് ഓഷനിലാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പസഫിക് ഓഷനിൽ പഠിച്ചിട്ട് പോണം. അതുപോലെ ഇന്ത്യൻ ഓഷനിലേക്ക് വരുന്ന സമയത്ത് ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ആകെയുള്ള ഒരു സമുദ്രമാണ് ഇന്ത്യൻ ഓഷൻ. ഓക്കെ, ദ ഇന്ത്യൻ ഓഷൻ ഈസ് ദ ഓൺലി ഓഷൻ നെയ്മഡ് ആഫ്റ്റർ എ കൺട്രി. അതായത് ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഇന്ത്യൻ സമുദ്രം. വലുപ്പത്തിൽ 3-ാം സ്ഥാനമാണ് ഇതിനുള്ളത്. ഓക്കെ, ഒരു രാജ്യത്തിന്റെ പേരിൽ, അതാണ് മെയിൻ ആയിട്ട് ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്ര ഭാഗമാണ് ഇന്ത്യൻ ഓഷൻ എന്ന കാര്യം ഓർക്കുക. ഓക്കെ, ഏതൊക്കെ കോണ്ടിനെന്റ്സിന്റെ ഇടയിലാണ് നോക്കുക? ഓസ്ട്രേലിയ, ഏഷ്യ, ആഫ്രിക്ക. അല്ലെ, അത് ജസ്റ്റ് ഓർത്ത് വെക്കുക കേട്ടോ. അത് ജസ്റ്റ് മക്കള് ഓർത്ത് വെക്കുക. Then നോക്കുകയാണെങ്കിൽ നോക്കിക്കോ, ദ ബേ ഓഫ് ബംഗാൾ ആൻഡ് ദ അറേബ്യൻ സീ ആർ ദ പാർട്ട് ഓഫ് ഇന്ത്യൻ ഓഷ്യൻ. അതായത് നമ്മുടെ ബംഗാൾ ഉൾക്കടലും അറബിക്കടലും ഇതൊക്കെ ഇന്ത്യൻ സമുദ്രത്തിന്റെ ഭാഗമാണ്. അതുപോലെ ഇവിടുത്തെ ഏറ്റവും ആഴമേറിയ ഭാഗം ഏതാണെന്നറിയോ? ഇന്ത്യൻ ഓഷ്യനിലെ ഏറ്റവും ആഴമേറിയ ഭാഗമാണ് ഏത്? യെസ്, ജാവ ട്രെഞ്ച്. ഓക്കെ, അതായത് ജാവ ട്രെഞ്ച് കേട്ടോ. സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗമാണ് ജാവ ട്രെഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ചലഞ്ചർ ഗർത്തവും മറന്നുകൊണ്ട് ഈ ഒരു ജാവ ട്രെഞ്ചും മറന്നു പോകരുത് കേട്ടോ. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇനി നമുക്ക് നോക്കിക്കോ, ഇത് പഠിച്ചോ. ഇവിടെ പ്രധാനപ്പെട്ട ഐലൻഡുകൾ, നമ്മുടെ ഇന്ത്യൻ ഓഷ്യനിലുള്ള പ്രധാനപ്പെട്ട ഐലൻഡുകളും നിങ്ങൾ ഓർത്തു വെക്കാം. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്, ലക്ഷദ്വീപ്, മാൽഡീവ്സ് ആൻഡ് ശ്രീലങ്ക, മേജർ ഐലൻഡ് ഇൻ ദ ഓഷൻ. ഈ ഒരു ഓഷനിലുള്ള പ്രധാനപ്പെട്ട ദ്വീപുകളാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാറും, ലക്ഷദ്വീപ്, മാൽദ്വീപ്, ശ്രീലങ്ക, ഇതൊക്കെ. ഓക്കെ, അതുപോലെ എന്നറിയൂ നിങ്ങൾക്ക് മലാക്ക കടലിടുക്ക്, മലാക്ക സ്ട്രേറ്റ് ഇന്ത്യൻ സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കടലിടുക്കാണ് ഈ മലാക്ക സ്ട്രേറ്റ് എന്ന് പറയുന്നത്. ഇത് രണ്ടും നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചോ. ഒന്നെങ്കിൽ പസഫിക് ഓഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷൻ. ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്റെ മക്കളോട് എക്സാമിന് എന്തായാലും ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, ഇതാരും പഠിക്കാതെ പോകരുത്. ഓക്കെ, ബൈ ഗൈസ്.